മോഹൻലാലിനെയും മമ്മൂട്ടിയെയും എതിർത്ത അബ്ദുള്ളയെ സപ്പോർട്ട് ചെയ്യുന്ന ഏക വിഭാഗം ആരെന്നറിയാം? തീവ്ര ഹിന്ദുത്വവാദികളാണ്, തീവ്ര വലതുപക്ഷ ഗോഡ്സേവാദികളാണ്. ഞാനിന്നലെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയ്ക്കിരുന്നപ്പോൾ ചില ആൾക്കാർ പറയുകയാണ് അബ്ദുള്ള പറഞ്ഞത് സത്യമാണ്, അബ്ദുള്ളയാണ് ശരി എന്നൊക്കെ. ആരാ? മുസ്ലിങ്ങളല്ല പറയുന്നത്, ഈ തീവ്ര ഹിന്ദുത്വവാദികളാണ്. നമ്മുടെ നാട്ടിലും കുറെ പേരുണ്ട്, കേരളത്തിൽ പോലും യൂട്യൂബിലടക്കം ചില വരുന്ന ആൾക്കാർ അബ്ദുള്ള പറഞ്ഞ സത്യമാണ് എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയ കാരണമാണ്. അബ്ദുള്ളയോട് ഇഷ്ടം കൊണ്ടൊന്നുമല്ല. അതായത് മനഃപൂർവ്വം ഇസ്ലാം ബാക്കിയുള്ള മതങ്ങളോടൊന്നും ചേർന്ന് ജീവിക്കാൻ പറ്റില്ല, സഹിഷ്ണുതയില്ല, സഹോദര്യമില്ല എന്നൊക്കെ സൂചിപ്പിക്കാൻ വളഞ്ഞ വഴിയിൽ പറയുന്നതാണ്. അതായത് മോഹൻലാലും മമ്മൂട്ടിക്ക് വേണ്ടി ഈ പൂജ കഴിച്ചത് ഈ തീവ്ര ഹിന്ദുത്വ ഗോഡ്സേവാദികളെ ഭയങ്കരമായിട്ട് വിരളി പിടിപ്പിച്ചു. കാര്യം അവർക്ക് പറയാനൊന്നും ഇല്ലാതായി. 99% ജനങ്ങളും അതൊരു ഹിന്ദു മുസ്ലിം ഐക്യമായിട്ടും സാഹോദര്യവും സെക്കുലറിസമോ പ്ലൂറലിസമോ എന്ത് പറഞ്ഞാലും അതായിട്ട് എടുത്തിട്ടുണ്ട്. സാഹോദര്യം അല്ലെങ്കിൽ സൗഹാർദ്ദമായിട്ട് എടുത്തു. അപ്പൊ ഇവർക്ക് പിടിവള്ളി ഒന്നുമില്ല. പെട്ടെന്നാണ് അബ്ദുള്ളയുടെ പ്രസ്താവന വീണ് കിട്ടിയത്. അപ്പൊ അബ്ദുള്ള പറഞ്ഞതാണ് ശരിയെന്നും പരിശുദ്ധ ഖുറാനെയും വിശുദ്ധ പ്രവാചകനെയും അടക്കം മോശം പറയാൻ ഒരുപാട് പേർ മുതിരുന്നതിന്റെ കാരണം അവർക്കൊരു ഗ്യാപ്പ് നോക്കുക. യഥാർത്ഥത്തിൽ ഈ അബ്ദുള്ളയെ കാട്ടി അപകടകരമാണ് ഈ തീവ്ര ഹിന്ദു വലതുപക്ഷവാദികൾ. കാര്യം അവരാണ് മഹാത്മാഗാന്ധിയെ കൊല്ലുന്നത്, നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊല്ലുന്നത് ഈ മനോഭാവമുള്ളവരാണ്. ഇസ്ലാമോഫോബിയ മൂത്താണ് ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലുന്നത്, ഒന്ന് ഓർക്കണം. അപ്പോ ഇസ്ലാമോഫോബിയെ എങ്ങനെ വളർത്താം? അത് അബ്ദുള്ളയുടെ വാക്കുകളിലൂടെ. അബ്ദുള്ള പറഞ്ഞ 100% തെറ്റാണ്, കണ്ടബിളാവണ അയാൾക്ക് ഭ്രാന്താണ്. പക്ഷേ അയാളുടെ വാക്കുകളെ അതിവിദഗ്ധമായി ഉപയോഗിച്ച് ഈ തീവ്ര ഹിന്ദുത്വവാദം വളർത്താനാണ് ചില ആൾക്കാർ ശ്രമിക്കുന്നത്. അവരെല്ലാം സുഹൈബ് മൗലവിയുടെ വാക്കുകൾ കേൾക്കണം. യഥാർത്ഥ മതപണ്ഡിതന്റെ, അതായത് ഒരു ഇമാമിന്റെ, ഒരു മൗലവിയുടെ വാക്കുകളാണ് ഇത്. ഇത് സത്യം പറഞ്ഞാൽ ആ രണ്ട് വ്യക്തികൾക്കിടയിൽ ആത്മബന്ധവും എല്ലാത്തൊരു സൗഹൃദം എന്റെ ഭാഗമായിട്ട് നമ്മുടെ പരിപാടിയാണ്. അത് ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു സൗഹൃദത്തിന്റെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ തന്നെ കാണുന്നത്. മോഹൻലാലെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വലിയ കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങൾക്ക്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് വല്ലാത്തൊരു ബലാംശയും വല്ലാത്തൊരു സ്നേഹവും അദ്ദേഹത്തിന്. അതുകൊണ്ട് ആ ഒരു സുഹൃത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വിശ്വാസം അനുസരിച്ചും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രാർത്ഥനാ രീതി അനുസരിച്ചും അദ്ദേഹം നോക്കുക. അതൊന്നും നമ്മൾ കുഴപ്പവും കാണുന്നില്ല. അപ്പോൾ നല്ല കാര്യം നമ്മുടെ നാട്ടിലെ നിലനിൽക്കേണ്ടുന്ന ഒരു സൗഹൃദമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. പിന്നെ ഓർത്തുള്ള പറഞ്ഞത് അദ്ദേഹം ഏത് സന്ദർഭത്തിൽ വന്നൊരു സമയത്തുണ്ടാക്കി ഏതായാലും ഈ ഒരു രീതിയിൽ പ്രാർത്ഥനയായി പറയുന്നത്. ഉദാഹരണമായിട്ട് നിങ്ങളുടെ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണെങ്കിൽ, ആത്മബന്ധ സുഹൃത്താണെങ്കിൽ, സ്വാഭാവികമായിട്ടും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ രോഗമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രയാസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കും. നിങ്ങളുള്ള സ്നേഹം കൊണ്ട് ആ പ്രാർത്ഥനയെ സത്യം നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. അത് ഒരാൾ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നതുമല്ല, കാരണം പറയാതെ തന്നെയാണ് ആ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. അപ്പോൾ ഈ മോഹൻലാലിന്റെ പ്രാർത്ഥനയെ കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് മാത്രമല്ല ഇത്തരം പ്രാർത്ഥനകൾ നമ്മുടെ ധാരാളമായിട്ടുണ്ട്. ഒരു അറിവ് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ആത്മീയ ഉള്ള, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവം മനസ്സിലുള്ളൊരു മനുഷ്യന്റെ വാക്കുകൾ. ഇദ്ദേഹത്തോടൊപ്പം 1-2 ചർച്ചകളിൽ ഇരിക്കാൻ വലിയൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ ഷുഹൈബ് മൗലവി പാളയം ഇമാമാണ്, തിരുവനന്തപുരത്തെ പാളയം പള്ളിയുടെ ഇമാമാണ്. ഇതുപോലത്തുള്ള ആൾക്കാരാണ് നമ്മളെ നയിക്കേണ്ടത്. ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുമല്ല, തീവ്ര ഹിന്ദുത്വവാദികളുമല്ല, അബ്ദുള്ളമാരെ പോലുള്ള ആൾക്കാരുമല്ല, അല്ലെങ്കിൽ സാധ്വി പ്രാച്ചിമാരെ പോലുള്ള ആൾക്കാരുമല്ല. ഇവർക്ക് എങ്ങനെങ്കിലും ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കാൻ ആണ് ആഗ്രഹം. മഹാത്മാഗാന്ധി അടക്കം ഏറ്റവും തകർക്കാൻ ശ്രമിച്ചിരുന്നത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളും തീവ്ര ഹിന്ദുത്വവാദികളുമാണ്. ഈ ഷുഹൈബ് മൗലവിയുടെ വാക്കുകൾ വളരെയധികം രോമാഞ്ചം തോന്നി. അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ചെയ്തത്. ആ രീതിയിലുള്ള ഐക്യം, മോഹൻലാൽ ശക്തനായ വിശ്വാസിയായ ഹിന്ദുവായും, നമ്മുടെ മമ്മൂക്ക ശക്തനായ വിശ്വാസിയായ മുസ്ലിമായും, അല്ലെങ്കിൽ പെട്ടെന്ന് വേറെ എല്ലാ ഇതിലേ ഉള്ളത്. ഇപ്പോൾ ടോവിനോ അല്ലെങ്കിൽ നിവിൻ പോളി ശക്തനായ വിശ്വാസിയായ ക്രിസ്ത്യാനിയായും, ഇനിയും വിശ്വാസമില്ലാത്ത ആൾക്കാരും ഉണ്ട്. നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റും ഒക്കെ ഉണ്ട്. അവർക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല, ഒരു വിപ്ലവത്തിന്റെ ആശയത്തിൽ വിശ്വസിക്കുന്നവരാണ് അവരും. നമ്മളെല്ലാം സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാട്, ആ നാട്ടിലേക്കാണ് പെട്ടെന്ന് മുരളി സാറടക്കം, പഴയ മുരളി ലെഫ്റ്റിസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്, വിശ്വാസമൊന്നും. ഇതെല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഭാരതം, ഇന്ത്യ, ഇതാണ് ലോകത്തിന് മാതൃക. അതിന് ഷുഹൈബ് മൗലയുടെ വാക്കുകൾ ഒരുപാട് പ്രോത്സാഹനം പകരട്ടെ. എല്ലാത്തരം തീവ്രതയെ എതിർക്കാൻ നമുക്ക് കഴിയട്ടെ, മധ്യമാർഗം കണ്ടെത്താൻ നമുക്ക് പറ്റും.